ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്നറിയോ? 2023 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മിസ്റ്ററി മൂവി ആയിട്ടുള്ള ദി മാൻ ഇൻ ദ വൈറ്റ് വാൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 1970 മുതൽ ഫ്ലോറിഡയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂവി തന്നെ എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ യഥാർത്ഥ സ്റ്റോറി അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ ചാനലിൽ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്കുകളും താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ 1970 ഫ്ലോറിഡയിലെ ഒരു നഗരം. രാത്രി സമയത്ത് ഒരു സ്ത്രീ കാർ ഓടിച്ചിട്ട് എന്തോ ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നു നല്ലതുപോലെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ കുറേ നേരം കാർ ഓടിച്ച് വിഷമിച്ചു പോകുന്ന ആ ഒരു പെണ്ണ് ഇപ്പോൾ ഒരിടത്തേക്ക് പോയിട്ട് വണ്ടി നിർത്തി. അവൾ എന്തോ സമാധാനപ്പെടാൻ വേണ്ടി ഒരു കാര്യം എടുത്തിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതും ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ വണ്ടി കിടക്കുന്ന അടുത്തായിട്ട് തന്നെ മറ്റൊരു വെള്ള വാൻ കുറച്ച് ദൂരെയായിട്ട് കൊണ്ട് നിർത്തി. പെട്ടെന്ന് ഒരാൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഡോർ വലിച്ചു തുറന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അവളാണെങ്കിൽ ഒക്കുന്ന രീതിയിലെല്ലാം അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ചവിട്ടിയെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ അയാൾ പിടിവിടുന്നില്ല. അവസാനം അവൾ ഒരുപാട് നേരം ചവിട്ടി ഇപ്പുറത്തെ ഡോറിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് അവിടെ കാണാനില്ല. അങ്ങനെ ഈ വശത്തെ ഡോർ തുറന്ന് അവൾ പേടിച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന് ആ പെണ്ണിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഒരു 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ റിച്ചാർഡ് വില്യം അതേപോലെ തന്നെ ഹെലൻ, ഇവരുടെ രണ്ടുപേരുടെയും ഇളയ മകളായിട്ടുള്ള ആനി വില്യംസിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവരുടെ വീട്ടിലൊരു ചെറിയ ഫാമും അതിനകത്തൊരു കുതിരയുണ്ട്. അതുമല്ല, ഈ കുതിരയെ ഓടിക്കാനായിട്ട് ആനിക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കുതിരയെടുത്ത് അടുത്തുള്ള ആ ഒരു വയലിലേക്ക് ഇറക്കി അവളിങ്ങനെ ആ കുതിരയെ ഓടിക്കുമ്പോൾ കുറേ ദൂരെ ഓടിച്ചെന്നിട്ട് ഈ കുതിര പെട്ടെന്ന് ഒരു വേല് ചാടി കിടക്കുന്നതും ആനി മറിഞ്ഞു കുത്തി നേരെ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയ തന്റെ കുതിരയെ അടുത്തുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും അവൾ നേരെ ആ ഒരു കുതിരയെ കണ്ടുപിടിച്ചിട്ട് അതിന് മുകളിലേക്ക് കയറി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ആനിയുടെ ചേച്ചിയായിട്ടുള്ള മാർഗരറ്റ് വീടിനകത്തുണ്ട്. അതേപോലെ തന്നെ അവളുടെ അമ്മ ഹേലൻ. ആനി, നീ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ കുതിര സവാരി ചെയ്യാൻ പോയതാണ്. ശരി, പോയിട്ട് നല്ലതുപോലെ കുളിച്ച് വൃത്തിയാവും എന്നെല്ലാം പറഞ്ഞ് മാർഗരറ്റിനോട് അവളെ റൂമിനകത്തേക്ക് കൊണ്ടുപോകാൻ പറയും. ഇപ്പൊ ആനിയുടെ സഹോദരി മാർഗരറ്റ്, അവളാണ് ഈ വീട്ടിലെ മൂത്ത പെൺകുട്ടി. അതേപോലെ തന്നെ അവള് നല്ലപോലെ ഈ അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികളെന്നൊക്കെ പറയുമല്ലോ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കേട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഒതുങ്ങി കൂടി കഴിയുന്ന ഒരു പെൺകുട്ടി. അതുപോലൊരു പെൺകുട്ടിയാണ് മാർഗരറ്റ്. നേരെ തിരിച്ചാണ് ആനി. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനും അതേപോലെ തന്നെ ഫാമിലിയിലെ വേറെ 2 പേരും കൂടി വരുന്നുണ്ട്. ഇവരെല്ലാവരും രാത്രി ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് വന്ന 2 പേരുണ്ടല്ലോ, അവരിപ്പോ മാർഗരറ്റിനെ കണ്ടിട്ട് നീ നല്ലതുപോലെ പഠിക്കുന്നുണ്ടല്ലേ, നല്ല പെൺകുട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് മാർഗരറ്റിനെ അവർ പ്രശംസിക്കുകയെല്ലാം ചെയ്യുന്നു. ഇത് കണ്ട ആനി അവളുടെ സഹോദരനായിട്ടുള്ള ഡാനിയലുണ്ട്, 3ാമത്തെ പയ്യൻ, അവനോട് പറയും, ഇന്ന് ഉച്ചയ്ക്ക് ഒരു സംഭവം നടന്നു. ഞാൻ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഒരു 10 അടിയോളം വരും വലിയൊരു പാമ്പ് എന്റെ മുന്നിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ മാർഗരറ്റിനെ ഇവർ പ്രശംസിക്കുമല്ലോ. ആ കാര്യം വഴിതിരിച്ച് ഇവള് പറയുന്നത് മാത്രം അവരിങ്ങനെ കേൾക്കും. പക്ഷെ ഇതുപോലൊരു കഥ പറഞ്ഞിട്ട് അവരാരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ആനിയുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, അതിഥികൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള സംസാരമൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ ചെറിയ രീതിയിൽ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും മറ്റൊരു സ്ഥലത്തൊരു ലേഡി ഏതോ ഒരു ഷോപ്പിൽ നിന്നും അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ഒറ്റയ്ക്ക് അവൾ നടന്നു പോകുമ്പോൾ അവളുടെ അടുത്തൂടെ ആ വെളുത്ത വാൻ ഉണ്ടല്ലോ, അതിങ്ങനെ കടന്നു പോകുന്നു. കുറേ ദൂരം അവൾ നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ പെണ്ണിനെ വലിച്ച് വാനിനകത്തേക്ക് ഇട്ട് ഇപ്പോൾ റോഡിലൂടെ ആളുകളെല്ലാം പോകുന്നുണ്ട്. പക്ഷെ അവൾ കരയുന്ന ശബ്ദം വലുതായിട്ട് വെളിയിലേക്ക് കേൾക്കുന്നില്ല. ഇവൾ അലറി വിളിക്കുന്ന ശബ്ദം നമുക്ക് കേൾപ്പിച്ചു വരുമ്പോൾ അവൻ എന്തോ ഒരു കാര്യം വെച്ചിട്ട് അവളെ ഒരു ഒറ്റയടി ആ പെണ്ണിന്റെ കാര്യം കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു സൈക്കോ ആണ്. പെൺകുട്ടികളെ മാത്രം തേടി പിടിച്ച് അവൻ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ആനിയും അവളുടെ കുടുംബവും ഒരു ചർച്ചിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആനി ആണെങ്കിലോ സാധാരണ ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ജീൻസ് ഇതെല്ലാം ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാർഗരറ്റ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. ചർച്ചിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്നും പറഞ്ഞ് അവളെ കൊണ്ട് വേറെ ഡ്രസ്സെല്ലാം ഇടിയിപ്പിച്ചിട്ട് ഇപ്പൊ ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് നേരെ ചർച്ചിലേക്ക് പോകുന്നു. അങ്ങനെ കുറെ നേരം ചർച്ചിലിരുന്ന് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തും. അങ്ങനെ വണ്ടി നിർത്തി ഒരു ഫ്യൂവല് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ആനി അടുത്തുള്ള ആ ഒരു ഷോപ്പിൽ നിന്നും എന്തോ ഒരു കാര്യം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അങ്ങനെ അകത്തേക്ക് പോയിട്ട് സാധനം വാങ്ങി അവൾ തിരിച്ചു വരുമ്പോൾ വേറൊന്നുമല്ല, അവൾ നടന്നു വരുന്നത് ആ ഒരു വെള്ള വാനിന് മുന്നിലൂടെ. വാനിനകത്താണെങ്കിലോ സൈക്കോ, അവൻ എന്തായാലും ആനിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ ആ കാറും എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നതും ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ പിറകെ തന്നെ നമ്മുടെ ആനി എന്തായാലും ആ ഒരു സൈക്കോ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ പിറകെ ഈ വാനുമായിട്ട് അവൻ വരികയാണ്. പക്ഷെ ഈ കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. സാധാരണ ഒരു വണ്ടി പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ ആനിയും അതേപോലെ തന്നെ ഡാനിയലും ഇവരുടെ ആ ഒരു കുതിരയുടെ തൊഴുത്തുണ്ടല്ലോ അത് വൃത്തിയാക്കാണ്. അപ്പോൾ ഡാനിയൽ ഈ കുതിരയുടെ പുറകിൽ വന്നിങ്ങനെ നിന്നിട്ട് ആ സ്ഥലം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ കുതിരയ്ക്ക് ആളുകൾ പുറകിൽ വന്ന് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അത് നമ്മുടെ ഡാനിയലിനെ ചവിട്ടാനായിട്ട് വരുന്നതും
ഇത് മനസ്സിലാക്കി ആനി ഓടി വന്നിട്ട് ഡാനിയലിനെ പിടിച്ച് താഴേക്ക് വീഴും. അപ്പൊ ഈ കുതിര ഒരു ഒറ്റ ചവിട്ട് അവിടെയുള്ള ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതുവരെ വളഞ്ഞുപോയി. അപ്പോഴാണ് ആനി പറയുന്നത്, ഡാനിയൽ അവന്റെ പിറകിൽ ഇതുപോലെ വന്ന് നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനി ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് മുന്നേ അവൾ നല്ലതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് നേരെ ബെഡിലേക്ക് പോയി കിടക്കാണ്. ആ കിടക്കുന്ന സമയത്ത് ജനാലയുടെ അടുത്ത് അത് വെളിയിൽ ആരോ ഒരാള്, അതാ സൈക്കോ ആയിരിക്കണം, അവൻ ഇവിടെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും 1970 സമയത്ത് ഈ സൈക്കോ ഒരാളെ കൊന്നതായിട്ടാണല്ലോ നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് 72-ലും അവനൊരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്. ഇതുപോലെ ക്ലബില് പാർട്ടിയെല്ലാം ആഘോഷിച്ചിട്ട് അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവൾ സിഗരറ്റ് വലിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഈ സൈക്കോ അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് അവളുടെ അടുത്തേക്ക് നിർത്തിയിട്ട് പെട്ടെന്ന് അവളെ വലിച്ച് അകത്തേക്കിട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോയതിനു ശേഷം ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് വാൻ തുറന്ന് ആ പെണ്ണിനെ വലിച്ച് പുറത്തേക്കിട്ട് വേറൊന്നും ചെയ്യുന്നില്ല, ഒരു കോടാലി എടുത്തുകൊണ്ട് വന്ന് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് അവിടെ വെച്ച് തന്നെ അവളെ കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആനി അവളുടെ സ്കൂളിൽ കാണിക്കുകയാണ്. ഇപ്പൊ ക്ലാസ് മുറിയിൽ ഒരു പുതിയ പയ്യൻ വരുന്നുണ്ട്. അവൻ ഇവരുടെ സ്കൂളിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്. അങ്ങനെ അവനെ ടീച്ചർ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആനി അവനെ നോക്കുന്നുണ്ട്. അതും കൂടാതെ നമ്മുടെ ആനിക്ക് സ്കൂളിൽ പാറ്റി എന്ന് പറഞ്ഞ മറ്റൊരു ഫ്രണ്ടും കൂടിയുണ്ട്. കൂടാതെ ആനിയെ ഇഷ്ടമല്ലാത്ത വേറൊരു പെണ്ണും അതെന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് ആനി വീട്ടിലേക്ക് നടന്നു വരുന്നു. അതുപോലെ ഇവരുടെ വീടാണെങ്കിൽ ഈ ഒരു വയലിന്റെ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറേ ദൂരം ഒറ്റയ്ക്ക് വേണം നടന്നു വരാനായിട്ട്. അടുത്തായിട്ട് ചെറിയ കാടെല്ലാം ഉണ്ട്. അങ്ങനെ അവൾ നടന്നു വരുമ്പോഴത്തേക്കാണ് ഈ കാടിനുള്ളിൽ എന്തോ ഒരു അനക്കം പോലെ. അവൾ അവിടെ നിന്ന് കുറേ നേരം ഉള്ളിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ആരെ കാണുന്നില്ല. അവൾ നടന്ന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം അവിടെ നിന്ന് അനങ്ങുന്നുണ്ട്. അതെന്തായാലും ഒരു മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ ആനി പെട്ടെന്ന് തന്നെ വീടിനടുത്തേക്ക് വന്നിട്ട് ഇതാരാണെന്നറിയാൻ വേണ്ടി വീടിന് ചുറ്റി അങ്ങനെ നടന്നു നോക്കുമ്പോൾ അവളുടെ പിറകെ ആരോ വന്ന് നിൽക്കുന്നു. പെട്ടെന്നാണ് അവൾ തിരിയുമ്പോഴത്തേക്ക് അവളെ പേടിപ്പിക്കുന്നത് വേറെ ആരുമല്ല, ഡാനിയല്. എടാ നീ എന്നെ പേടിപ്പിച്ചോ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് അവൾ പുറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റിയത്. ഒരിക്കലും ഡാനിയൽ ആയിരുന്നില്ല, ആ സൈക്കോയും ഈ കാടിനടുത്തായിട്ട് എവിടെയോ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ആനി ഇപ്പോൾ അവളുടെ കുതിരയെ പരിപാലിക്കാൻ വേണ്ടി ആ ഒരു തൊഴുത്തിനടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ കുതിര വെളിയിൽ എന്തോ ഒരു കാര്യം കണ്ട് പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതിന് പരിചയമില്ലാത്ത ആരോ വരുന്നത് പോലെ. അങ്ങനെ നമ്മുടെ ആനി പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ഈ റോഡിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു വെള്ള വാൻ കിടക്കുന്നു. ആനി പതിയെ ആ ഒരു വാൻ്റെ അടുത്തേക്ക് എന്നിട്ട്, ഏയ് നിങ്ങൾ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സൈക്കോ പ്രതികരിക്കുന്നില്ല, വാനിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ആനി പറയും, ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ആ സൈക്കോ ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ, അവൻ ഈ വണ്ടി റേസ് ചെയ്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. ഇത് കാരണം ആനി അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ലൈറ്റ് എല്ലാം ഓൺ ചെയ്യാണ്. ഇത് കണ്ട ആനി പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ചൊരു ഒറ്റ ഓട്ടം. പക്ഷെ അവൻ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ഈ കാര്യം പറയാനായിട്ട് ആനി ഇപ്പോൾ വീടിനടുത്തേക്ക് ഓടി വന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും മാർഗരറ്റും അവളുടെ അമ്മയുണ്ടല്ലോ, ഇവർ രണ്ടുപേരും എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുകയാണ്. മാർഗരറ്റാണ് അവളുടെ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ ആനി വന്ന് ഈ കാര്യം പറയാനായിട്ട് വരുമ്പോൾ മാർഗരറ്റ് പറയും, ഏയ് എന്താ ആനി ഇപ്പോൾ സംസാരിക്കാനുള്ളത്, ഞാൻ ഒരു സീരിയസ് ആയിട്ട് കാര്യം പറയുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് നീ പറയാൻ പറയുമ്പോൾ ആനി പറയാം, അതല്ല ഞാൻ എൻ്റെ കുതിരയോടൊപ്പം നിൽക്കുമ്പോൾ വലിയൊരു ശബ്ദം കിട്ടും, ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു വാനായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മാർഗരറ്റ്, എന്താ ആനി പുതിയ കഥയായിട്ട് വന്നേക്കണോ, 10 അടി നീളമുള്ള പാമ്പിനെ കണ്ടു, നീ അത് മുഖാമുഖം കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട്. അത് പിന്നെ നീ പറഞ്ഞു വരുന്നത് ആ ഒരു വാൻ നമ്മുടെ തൊഴുത്തിലേക്ക് ഇടിച്ചു കയറി വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും കെട്ടുകഥകളാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ആനി പറയാൻ വരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതെന്താണെന്ന് പോലും കേൾക്കാനായിട്ട് മാർഗരറ്റും അതേപോലെ തന്നെ ഹെലനും സമ്മതിക്കുന്നില്ല. കാരണം ആനി പറയുന്നതെല്ലാം വെറും കഥകളായിരിക്കും, ഇവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നാണ് അവരിപ്പോൾ വിചാരിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സ്കൂളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ആനിയും അവളുടെ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളും ഈ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് കുറേ ദൂരെയായിട്ട് ഈ സ്കൂളിന് വെളിയിൽ ആ വെളുത്ത വാൻ ഇങ്ങനെ കിടക്കുന്നു. ഇത് കണ്ട ആനി അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ ക്ലാസ്സിൽ പുതുതായിട്ട് വന്നൊരു പയ്യനുണ്ടല്ലോ, അവന്റെ പേര് മാർക്ക് എന്നാണ്. അവൻ ഇവിടേക്ക് വരുന്നതും പാറ്റി പെട്ടെന്ന്, ഹേ ആനി ഇവൻ അറിയോന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ആനിയെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ആനിയും മാർക്കും നല്ലതുപോലെ ഇപ്പോൾ പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇവര് രണ്ടുപേരും സംസാരിച്ച് ഇപ്പോൾ ആ ഒരു വാനിനെ പറ്റിയുള്ള കാര്യമുണ്ടല്ലോ അത് അവൾ ചിന്തിക്കാതെ അവിടെ നിന്നങ്ങ് പോകും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇവര് രണ്ടുപേരും ആനിയും പാറ്റിയും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് റോഡിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ പാറ്റി ആനിയോട് ഈ പുതിയ പയ്യനുണ്ടല്ലോ അവനുമായിട്ട് പരിചയപ്പെട്ട് അവനെ കിസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഇവരുടെ പിറകെ ആ ഒരു വെള്ള വാൻ ഇങ്ങനെ വരുന്നു. ഇത് മനസ്സിലാക്കി നമ്മുടെ ആനി തിരിഞ്ഞു നോക്കിയിട്ട് പാറ്റിയോട് പറയും, ഇത് കുറെ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാറ്റി പെട്ടെന്ന് അവിടെ നിൽക്കുന്നതും ഈ വാനും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് പാറ്റി താഴെ നിന്നൊരു കല്ലെടുത്തിട്ട് ഇനി ഞങ്ങളുടെ പിറകെ വരുമെന്ന് ചോദിച്ച് ആ വാനിലേക്ക് ഇങ്ങനെ എറിയുന്നു. എന്നിട്ട് അവളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആ സൈക്കോ ഉണ്ടല്ലോ അവനിപ്പോ വാനുമായിട്ട് അവിടെ നിന്ന് നേരെ അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ നമ്മുടെ ആനിയും പാറ്റിയും
അവര് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് ഇങ്ങനെ പിരിയുന്നു. അത് കഴിഞ്ഞ് ആനി നടന്ന് തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വരുന്നതും അവിടെ കിടക്കുന്ന ആ ഒരു വെള്ള വാൻ. അങ്ങനെ ആനി പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടിക്കയറാണ്ട് വരുമ്പോ അകത്തു നിന്ന് ഒരുത്തനിങ്ങനെ ഇറങ്ങി വരുന്നു. ഇത് കണ്ട ആനി പേടിച്ച് താഴേക്കൊന്ന് വീഴുന്നതും അയാൾ പതിയെ നടന്ന് അവളുടെ അടുത്തേക്ക് ഒന്ന് അവളുടെ കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവള് പേടിച്ചതിനെ നിൽക്കാണ്. അപ്പോഴാണ് അയാൾ പറയുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് അയാൾ പോകാനായിട്ട് വരുന്നതും വേറെ ഒന്നുമല്ല, അയാൾ ഈ വീട്ടില് എന്തോ ഒരു വർക്കിനായിട്ട് വന്നതാണ്. ഇലക്ട്രിക് വർക്കോ പ്ലംബിംഗ് വർക്കോ അങ്ങനെ എന്തോ ഒരു വർക്കിനായിട്ട് വന്നതാണ്. അയാളുടെ വാൻ ആയിരുന്നു അത്, ഒരിക്കലും ആ സൈക്കോ അല്ലായിരുന്നു. അങ്ങനെ ആനി പെട്ടെന്ന് വീടിനകത്തേക്ക് വന്നിട്ട് മാർഗരറ്റിനോട് ഈ കാര്യം പറയാനായിട്ട് വരുമ്പോഴത്തേക്കും അവള് ഫോണിൽ ആരോടും സംസാരിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആനിയോട് സംസാരിക്കാണ്ട് വരത്തില്ല. അപ്പൊ ആനി നേരെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഡാനിയൽ ഇരുന്നിട്ട് ഡാനിയലിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്, ഈ പെല്ലറ്റ് തോക്കുണ്ടല്ലോ, സെൽഫ് ഡിഫൻസിനായിട്ട് ഉപയോഗിക്കുന്ന അതാണ്. എന്നിട്ട് ആനിയോട് പറയും, ഇത് നീ എന്നെ പഠിപ്പിച്ചൊരു അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ സമ്മതിക്കില്ല എന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ ആനി പറയും, ശരി നമുക്ക് രണ്ടുപേർക്കും വെളിയിലേക്ക് പോയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് ഇപ്പൊ അത് ഷൂട്ട് ചെയ്തിങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. അതേസമയം വീണ്ടും 1973 ഓരോ വർഷം കൂടുമ്പോഴാണ് ഈ സൈക്കോ ഓരോരുത്തരായിട്ട് കൊല്ലുന്നത്. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു ലേഡി, അവളിപ്പോ ആ പൂളിൽ വന്നേക്കുന്നത് തന്നെ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വെളിയിലേക്ക് വന്ന് സിഗരറ്റ് എല്ലാം വലിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു പൂളിൽ നിന്നും വെളിയിലേക്ക് വരുന്നു. അങ്ങനെ വെളിയിലേക്ക് വന്ന ആ പെണ്ണ് അവൾ താമസിക്കുന്ന ആ ഒരു റൂമിനകത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ നടന്ന് ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുന്നതും ഈ സൈക്കോ വാൻ ഉണ്ടല്ലോ, അത് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ആ സൈക്കോ ഒരു കയറുമായിട്ട് ആ റൂമിനകത്തേക്ക് ആ പെണ്ണിന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ ആ പെണ്ണിന്റെ കഴുത്തിലുള്ള ഒരു മാല ഈ വണ്ടിയിൽ തൂക്കിട്ടേക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ അവളെയും കൊന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഇവിടെ പ്രസന്റിൽ കാണിക്കുമ്പോൾ ആനി ഇപ്പോൾ റൂമിലിരുന്നിട്ട് ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അതും കേട്ട് നല്ലതുപോലെ തന്നെ അവളുടെ റൂമിൽ കിടക്കാണ്. അതേസമയമാണ് മാർഗരറ്റ് പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് അവളുടെ റൂം തുറന്നു നോക്കിയിട്ട് അവൾക്ക് എന്തോ ദേഷ്യം വന്നിട്ട് അവളുടെ ഡോർ ഉടച്ച് അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കാണ് ആനി കുറച്ചു നേരം ഈ പാട്ട് കേട്ട് അത് ഓഫ് ചെയ്യാനായിട്ട് ജനറേറ്റർ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും വീടിന് വെളിയിൽ മരത്തിന് താഴെ ആരോ ഒരാൾ സിഗരറ്റ് വലിച്ചു നിൽക്കുന്നു. അതിപ്പോ ആ സൈക്കോ ആണോ ഇനി വേറെ ആരെങ്കിലാണോ അറിയത്തില്ല. അവള് പേടിച്ചിട്ട് അവള് കൺഫേം ആക്കാൻ വേണ്ടി ഒരു തവണ കൂടി അവിടെ അവർ കർട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റി ഒന്നുകൂടി നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും വെളിയിൽ ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം. അപ്പോൾ ഡാനിയലെ അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് ഓടി ഡോർ തുറക്കാൻ പോകുമ്പോൾ ഇത് കേട്ട ആനി ആ സൈക്കോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓടി താഴേക്കൊന്ന് ഡാനിയൽ തുറക്കരുതെന്നിങ്ങനെ പറയുന്നതും ഡാനിയൽ ഇപ്പോൾ ഡോറിനടുത്ത് തന്നെ നിൽക്കാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഡോർ തുറക്കുമ്പോൾ എന്തായാലും ഭാഗ്യത്തിന് അത് അവരുടെ അച്ഛൻ തന്നെയായിരുന്നു, ഒരിക്കലും ആ സൈക്കോ അല്ല. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആനി അവളുടെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതേസമയം മാർഗരറ്റ് ഓടി വന്നിട്ട് ആനിയെ തള്ളിക്കളഞ്ഞ് അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച്, അച്ഛൻ എന്ത് വേണം, ഫുഡ് എന്തെങ്കിലും വേണോ, ഞാൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് എന്തോ സോപ്പ് ഇടുകയാണ്. ഇത് കണ്ട ആനിക്കിപ്പോ അവൾക്ക് സംഭവിച്ച കാര്യം പോലും പറയാൻ കഴിയുന്നില്ല. അവളുടെ അച്ഛൻ ആകെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളൊന്നും പറയാതെ ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആനിയുടെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് എവിടേക്ക് പോവാണ്. വീട്ടിലുള്ളത് ഡാനിയലെ, ആനി, മാർഗരറ്റ്. ഇവരോട് വെളിയിലേക്ക് പോരുതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അച്ഛനും അമ്മയും വെളിയിലേക്ക് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ മാർഗരറ്റ് ഒരു കാറിന്റെ കീ എടുത്തിട്ട് അവൾ വെളിയിലേക്ക് പോകാൻ നിൽക്കാണ്. അപ്പൊ ആനി ചോദിക്കും, നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മാർഗരറ്റ് പറയും, ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം, എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൾ കാർ എടുത്ത് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ആനിയും ഡാനിയലും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടില്. അതുപോലെ ഹാലോവീൻ രാത്രി വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഈ മത്തനുണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇവർ നേരെ വെളിയിലേക്ക് കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മുടെ ആനി അതിനകത്തൊരു മെഴുകുതിരി കത്തിച്ച് വെക്കാനായിട്ട് വെളിയിലേക്ക് ഡാനിയലിനെ കൂട്ടി വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഡാനിയൽ, ഹേ ആനി, കുറെ നേരമായിട്ട് ഇവിടേക്ക് ആരും നോക്കുന്നുണ്ട് എന്ന് പറയുന്നതും അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതേ സൈക്കോ, അതേ വെള്ള വാൻ കുറെ ദൂരെയായിട്ട് അങ്ങനെ നിന്ന് ഇവരെ വാച്ച് ചെയ്യാണ്. അതുമല്ല ഇപ്പോൾ പതിയെ പതിയെ മുന്നിലേക്കും വരുന്നുണ്ട്. ഇത് കണ്ട ആനി പെട്ടെന്ന് ഡാനിയലിനെ വിളിച്ചിട്ട് വീടിനകത്തേക്ക് ഓടിക്കയറി ഡോർ ഉടച്ച്. ഇപ്പൊ ഡാനിയൽ ചോദിക്കുമ്പോഴത്തേക്ക് ആനി, ഒന്നും മിണ്ടരുത്, നീ മുകളിലേക്ക് പോ എന്നും പറഞ്ഞിട്ട് അവൾ ആ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ആ വാൻ ഇപ്പോൾ ഇവരുടെ മരത്തിനടുത്ത് വരെ എത്തി. ഇത് കണ്ട ഡാനിയൽ എന്താ ചെയ്യുന്നറിയോ, ഇവരുടെ ആ ഒരു തോക്കുണ്ടല്ലോ അതും എടുത്ത് പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് ചാടി ഇറങ്ങി. നീ ഇപ്പൊ പോയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. ഇത് കണ്ട ആനിയും പുറകെ വന്ന് അവളുടെ ഡാനിയലിന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് വാങ്ങിയിട്ട് 2-3 തവണ ഈ കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഒരു ചെറിയ പെല്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടത്തില്ല. പക്ഷെ ആ സൈക്കോയ്ക്ക് അറിയാം ഇത് നല്ല വേദന ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പതിയെ വണ്ടി പുറകിലേക്ക് എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് അകത്തേക്ക് വന്ന് ഡോർ അടച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ കുറേ കഴിഞ്ഞു. രണ്ടുപേരും പേടിച്ചിട്ട് അങ്ങനെ തന്നെ ഒളിച്ചിരിക്കുന്നതും വീടിന് വെളിയിൽ ആരോ വന്നതുപോലെ പേടിച്ച് ഒരു കത്തിയും കൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ആരാന്നറിയോ, മാർഗരറ്റ്. അപ്പൊ അവള് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല വെളിയിൽ നീ ഒരു വെളുത്ത വാൻ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇല്ല ഞാനൊന്നും കണ്ടില്ല. ശരി, അച്ഛനും അമ്മയും ഇപ്പോൾ വരാൻ പോവാണ്, നമുക്കെല്ലാം സാധാരണ രീതിയിലാക്കാന്ന് പറയുന്നതും അവരുടെ അച്ഛനും അമ്മയും വെളിയിൽ വരുന്നതും ഈ ശബ്ദം കേട്ട് എല്ലാവരും ഒന്നും അറിയാത്തതുപോലെ തന്നെ നിൽക്കാണ്. അപ്പോൾ അവർ രണ്ടുപേരും അകത്തേക്ക് വന്നിട്ട്, ഏയ് എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആനിപ്പോൾ ആ ഒരു വാനിന്റെ കാര്യം പറയത്തില്ല.
പക്ഷെ ഡാനിയൽ ചാടി എഴുന്നേറ്റ് അച്ഛ ഇതുപോലെ നിങ്ങൾ വെളിയിൽ പോയതിനു ശേഷം ഒരു വാൻ ഇവിടേക്ക് വന്നു, ഞാനാണെങ്കിൽ ആ ഒരു തോക്ക് കാണിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നതും എന്ത് നീ തോക്കെടുത്തുന്നോ എന്ന് ഡാനിയലിനോട് ചോദിക്കും. കാരണം അവനോട് ആ തോക്കെടുക്കരുതെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ആനി പറയുന്നത് അതെ അച്ഛാ, ഒരു വെള്ള വാൻ ഉണ്ടായിരുന്നു, ഞാൻ 2 തവണ ഷൂട്ട് ചെയ്തു, അപ്പോഴാണ് അയാൾ പോയതെന്ന് പറയുന്നതും അല്ല മാർഗരറ്റ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ മാർഗരറ്റ് പറയും ഇല്ലച്ചാ, ഞാൻ വെളിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ ഞങ്ങളോട് പറയാതെ നീ വെളിയിൽ പോയില്ലേ, ശരി ഇനി 2 ആഴ്ചത്തേക്ക് നീ എവിടെയും പോകാൻ പോകുന്നില്ല, ഇവിടെ തന്നെ കാണണം, ഇതാണ് നിനക്കുള്ള ശിക്ഷയെന്ന് പറഞ്ഞിട്ട് മാർഗരറ്റ് എന്നെ അവിടെ നിർത്തും. അതേപോലെ തന്നെ ഇവർ ആ ഒരു തോക്ക് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇല്ല അയാൾ വെളിയിലേക്ക് വന്നില്ല എന്ന് പറയുന്നതും പിന്നെ എങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഇല്ല അത് കുറെ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് നിനക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞിട്ട് അവരുടെ അച്ഛൻ ആ തോക്കും കൊണ്ട് അകത്തേക്ക് പോവാണ്. എന്ത് ഫാമിലിയാണെന്ന് നോക്കണം. ഇപ്പൊ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ആനിയുടെ അച്ഛനും അമ്മയും അതിലെ അമ്മ ആ അച്ഛനോട് പറയുന്നത് ആനി ഇപ്പോൾ വന്ന് ഒരുപാട് കള്ളം പറയുന്നുണ്ട്, അതും കൂടുതലായിട്ടും വെളിയിൽ പോകാനായിട്ട് ആ ഒരു കുതിരയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ പല കള്ളങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ കാര്യത്തെ അവരൊരിക്കലും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സൈക്കോ കൊല്ലാൻ പോകുന്ന 4ാമത്തെ പെൺകുട്ടി, അതും 1974 ഓരോ വർഷം കൂടുമ്പോഴാണല്ലോ ഈ സൈക്കോ ഓരോരുത്തരെ കൊല്ലുന്നത്. അതൊരു പെൺകുട്ടി വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് അതും രാത്രിയിലെ. അങ്ങനെ റോഡ് സൈഡിൽ നടന്നു പോകുന്നതും ആ സൈക്കോ അതുപോലെ തന്നെ തന്റെ വാൻ കൊണ്ട് നിർത്തി ആ പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ മറ്റേതോ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. അതേപോലെ തന്നെ അവന്റെ മുന്നിൽ മറ്റൊരു തന്നെ കൂടിയുണ്ട്. അപ്പൊ ഇത് ഒരുത്തനല്ലാന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ അങ്ങനെ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇരിക്കുന്നതും അവൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവളെയും എന്തായാലും കൊല്ലാൻ പോവാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റിലെ നമ്മുടെ ആനി അവളുടെ ഫാമിലി ആയിട്ട് എന്തോ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി സമയമാവുന്നതും അവൾ കിടക്കാനായിട്ട് നേരെ റൂമിലേക്ക് പോയിട്ട് ഈ ജനാലയുടെ കർട്ടൻ മൂടുന്ന സമയത്ത് ഇത്തവണയും വെളിയിൽ സിഗരറ്റ് വലിച്ചിട്ട് അതേ സൈക്കോ തന്നെ വെളിയിൽ നിൽപ്പുണ്ട്. ഇത് കണ്ട ആനി പെട്ടെന്ന് അച്ഛാ വെളിയിൽ അവനുണ്ടെന്ന് പറയുന്നതും ആനിയുടെ അച്ഛൻ ആ തോക്കും എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. ഇപ്പോ വെളിയിൽ എന്താ സംഭവിക്കുന്ന അറിയുന്നില്ല. ഇവരെല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നു. പെട്ടെന്നാണ് ഒരു വെടിവെച്ച ശബ്ദം കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആനിയുടെ അമ്മ എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ പേടിച്ചങ്ങനെ നിൽക്കുന്നതും ആനിയുടെ അച്ഛൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരും. എന്നിട്ടാണ് പറയുന്നത് ഏയ് അതൊന്നുമില്ല, അവിടുത്തെ വേസ്റ്റ് ബക്കറ്റില്ലേ ഏതോ ഒരു മൃഗം വന്നതാണ്, ഞാൻ അതിനെ ഷൂട്ട് ചെയ്ത് പേടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആനി പറയും ഇല്ല ഞാൻ അയാളെ കണ്ടതാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും അവർ വിശ്വസിക്കാനാണോ? ഒരിക്കലും അല്ല. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ ആനിക്ക് ഇപ്പോൾ പേടി കൂടി തുടങ്ങി. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൾ സ്കൂളിൽ പോകാനായിട്ട് അവളുടെ അമ്മയോട് പറയും എന്നെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ മാർഗരറ്റ് ഇപ്പോൾ വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയും മാർഗരറ്റ് ആനിയെ കൂടി കൊണ്ടുപോകാൻ പറയുമ്പോൾ ആദ്യം മാർഗരറ്റ് അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ അവളുടെ അച്ഛൻ പറയും പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ആനിയെ അവൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സ്കൂളിലെത്തി അവൾ ഈ പ്രാക്ടീസിനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പാറ്റി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഏയ് അവിടെ നോക്ക് അവൻ നിന്നെ തന്നെ നോക്കി നിൽക്കുന്നു പറയുന്നതും ആനി പേടിച്ചങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായാലും ആ സൈക്കോയും വാനും അല്ല മാർക്ക് എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു കാണിച്ചത്. പാറ്റിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അത് ആ സൈക്കോ ഒന്ന് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. മാർഗരറ്റ് തന്നെയാണ് അവളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ ആനി ഈ ഡോറിന്റെ ലോക്ക് ഉണ്ടല്ലോ അത് 2-3 തവണ ഇങ്ങനെ പൂട്ടുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഈ ഒരു ചെയിൻ ലോക്ക് അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ലോക്ക് ഇങ്ങനെ 2-3 ലോക്കുകളുണ്ട്. അതെല്ലാം ഇട്ട് നല്ല സേഫ് ആയിട്ട് വെച്ചേക്കാണ്. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഇവർ ആഹാരം കഴിക്കുന്ന സമയത്ത് ആനി അവളുടെ അമ്മയോട് പറയുന്നത് അമ്മ നമുക്ക് പുതിയൊരു ലോക്ക് വേണം. അച്ഛനോട് പറയുമ്പോൾ ശരി എന്തായാലും അച്ഛനോട് പറയാം. അപ്പോഴാണ് നമ്മുടെ മാർഗരറ്റ് അവളുടെ അമ്മയോട് പറയുന്നത് അച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് ഈ ആഴ്ചയുടെ അവസാനം എന്റെ സുഹൃത്തായിട്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു, വിടോന്ന് ചോദിക്കുമ്പോൾ ഡാനിയൽ നീയും കൂടെ ചെല്ലാൻ പറയുന്നതും ഡാനിയൽ പറയും അതൊരു ചെറിയ സിനിമ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇവരുടെ അമ്മ പറയും ശരി ഞാൻ എന്തായാലും അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ആനി അവളുടെ കുതിരപ്പുറത്ത് വെളിയിലേക്ക് പോകുന്ന സമയത്താണ് വീണ്ടും ഡോറിൽ അതേ സൈക്കോ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ആ വാനുമായിട്ട് സൈക്കോ ആരാണെന്ന് ഇപ്പോഴും കാണിച്ചിട്ടില്ല. അതുപോലെ ആ ഒരു വണ്ടിയുടെ വെളിച്ചം അവൾക്ക് നല്ലതുപോലെ അറിയാൻ കഴിയുന്നുണ്ട്. പെട്ടെന്നാണ് ഇതൊരു സ്വപ്നമായിരുന്നു. ആനി അങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോൾ വീടിനകത്ത് ആരെയും കാണുന്നില്ല. അവള് പേടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നതും മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുന്നു. ആനി എന്താ ചെയ്യുന്നറിയോ? പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു തോക്കെടുത്തിട്ട് അതും വെച്ച് ഡോറിന്റെ അടുത്തേക്ക് നടന്നു വന്ന് അങ്ങനെ നിൽക്കുന്ന അവളുടെ പിറകെ ആരോ വരുന്നുണ്ട്. പെട്ടെന്ന് തോക്ക് തിരിക്കുമ്പോഴത്തേക്കും അത് അവളുടെ അച്ഛനായിരുന്നു. അവളിപ്പോൾ ഷൂട്ട് ചെയ്താനേ അയാള് ഏയ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മാർഗരറ്റ് ആ ഒരു സിനിമയ്ക്ക് പോകുന്ന ദിവസം വന്നു. അതുകൊണ്ട് തന്നെ മാർഗരറ്റിനോടൊപ്പം ആനിനെയും പറഞ്ഞുവിടും ഒരു കൂട്ടിന് വേണ്ടിയിട്ട്. ആനിയാണെങ്കിലോ അവളുടെ സുഹൃത്ത് പാറ്റി അവളെയും വിളിക്കും. അങ്ങനെ ഇവർ 3 പേരും ആ സിനിമയ്ക്ക് പോയിട്ട് ഈ ഒരു പബ്ലിക്കായിട്ട് വലിയ സ്ക്രീനെല്ലാം വെച്ചിട്ട് രാത്രിയിൽ ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അവിടേക്കാണ് നമ്മുടെ മാർഗരറ്റ് വരുന്നത്. അവൾ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനും അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാർ കൊണ്ട് നിർത്തി മാർഗരറ്റ് പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കാറിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവർ രണ്ടുപേരും കിസ്സെല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനിയും പാറ്റിയും
ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ശരി നമുക്ക് കാറിലിരിക്കേണ്ട വെളിയിൽ പോയിട്ട് പോപ്കോൺ വാങ്ങിക്കൊണ്ട് വന്നാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും നടന്ന് ഈ പോപ്കോൺ വാങ്ങിക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവളുടെ സ്കൂളിലെ മാർക്ക് എന്ന് പറഞ്ഞ ഒരു പയ്യനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഈ ഹാലോവീൻ രാത്രി ആയതുകൊണ്ട് തന്നെ ട്രിക്ക് ഓർ ട്രീറ്റ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് എല്ലാവരും വേഷമെല്ലാം ധരിച്ച് വെളിയിലേക്ക് പോകാൻ നിൽക്കാണ്. അപ്പോഴാണ് നമ്മുടെ ആനി പറയുന്നത്, ഞാൻ ഇതുപോലെ പാറ്റിയോടൊപ്പം വേറൊരു പാർട്ടിക്ക് പോവാണ്, ലേറ്റ് ആവാതെ തിരിച്ചു വന്നോളാം എന്ന് പറയുമ്പോൾ അവർ പറയും ശരി പെട്ടെന്ന് തന്നെ വരണമെന്നും പറഞ്ഞിട്ട് അവർ കാർ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ ആനി ഇപ്പോൾ വെളിയിലേക്ക് പോയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് മാർഗരറ്റ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ ആനിയെ ഒരുക്കാണ്, വേറെ ഒന്നുമല്ല. ആനി എന്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പയ്യനോട് സംസാരിക്കാനും ഈ പാർട്ടിയിൽ വെച്ചിട്ട് എല്ലാവരും പരസ്പരം കിസ് ചെയ്യും, ആ ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ പോകാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർഗരറ്റ് അവളെ നല്ലതുപോലെ ഒരുക്കി എങ്ങനെയാണ് പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനി വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നതും മാർഗരറ്റ് അവരുടെ വീട്ടിലെ ഫോൺ എടുത്തോണ്ട് വന്നിട്ട് അവളുടെ കാമുകനായിട്ട് സംസാരിക്കാൻ പോവാണ്. അങ്ങനെ ആനിയും പാറ്റിയും ഇതേപോലെ ആ ഒരു പാർട്ടിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഒരുപാട് നേരം പാർട്ടിയിൽ ആഘോഷിക്കുന്ന സമയത്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പയ്യനെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീടിനകത്ത് വെച്ച് ഇവർക്ക് അധികം സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോഴാണ് പാറ്റി പറയുന്നത് സമയം ഒരുപാട് വൈകി നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ആ സൈക്കോ ഉണ്ടല്ലോ അവൻ ആ വാനും കൊണ്ട് ഇവിടെയും വന്നിട്ടുണ്ട്. കാരണം അവൻ ഒരുപാട് നേരമായിട്ട് നമ്മുടെ ആനിയെ തന്നെ ഫോളോ ചെയ്യാണ്. കാരണം ഈ വർഷം അതും 1975 ഇപ്പോൾ അവൻ കൊല്ലാൻ പോകുന്നത് ആനിയാണ്. അങ്ങനെ ആനി ഇതൊന്നും അറിയാതെ ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും മാർക്ക് വന്നിട്ട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും പതി അടുത്തേക്ക് വന്ന് കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നതും പാറ്റി വന്ന് ഇവരെ വിളിക്കും. അപ്പോൾ ആനി പോകാനായിട്ട് നിൽക്കുന്നതും എന്തോ അവൾ വീണ്ടും തിരിഞ്ഞു വന്നിട്ട് അവനെ കിസ് ചെയ്ത് ഇപ്പോൾ രണ്ടുപേരും പാറ്റിയും ആനിയും അവരുടെ ആ ഒരു കുതിരയാണല്ലോ ആ കുതിരപ്പുറത്ത് തിരിച്ചു വരുന്ന സമയത്താണ് വഴിയിലായിട്ട് ആ സൈക്കോവിന് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ രണ്ടുപേർക്ക് മനസ്സിലായി ഇവ വീണ്ടും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊല്ലാൻ തന്നെ. അങ്ങനെ രണ്ടുപേരും ആ കുതിര എടുത്തിട്ട് നല്ല വേഗതയിൽ പോകുന്നതും സൈക്കോ ഇപ്പോൾ ആ വാനുമായിട്ട് ഇവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ നമ്മുടെ പാറ്റിയും ആനിയും ഇവർ രണ്ടുപേരും രണ്ടു വഴിക്കായി പോകും. പാറ്റിക്ക് എവിടെ നിൽക്കാൻ കഴിയത്തില്ല. ആനിയാണെങ്കിലോ കുറെ മുന്നിലേക്ക് ചെന്നിട്ട് ഒരു വേലി ഇങ്ങനെ ചാടി കിടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ കുതിര നല്ലതുപോലെ തന്നെ ചാടാത്തത് കൊണ്ട് ആനി നേരെ താഴേക്ക് വന്ന് വീഴും. അങ്ങനെ കുതിര അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്നതും ആനി ഇപ്പോൾ താഴെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഓടുകയാണ്. കാരണം അവളുടെ കാലും വയ്യ. ഈ സൈക്കോ ആണെങ്കിലോ വാനി കൊണ്ട് പുറകെ തന്നെയുണ്ട്. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ തോട്ടം, അതിനകത്തേക്ക് കയറി ആനി ഇങ്ങനെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിങ്ങനെ പോകും. അപ്പോൾ സൈക്കോ തന്റെ വാൻ അവിടെ നിർത്തിയിട്ട് ആനി അന്വേഷിച്ച് വെളിയിലേക്ക് ഇറങ്ങാണ്. ഇപ്പൊ ആനിയാണെങ്കിലോ അവിടെ ഒരു ചെറിയ കുഴി തോണ്ടിയിട്ടുണ്ട്, അതിനകത്തേക്ക് ഒളിച്ചിങ്ങനെ കിടക്കും. അപ്പോൾ ഈ സൈക്കോ വാനിൽ നിന്ന് ഇറങ്ങി ഈ വാനിലാണെങ്കിൽ എന്തോ മ്യൂസിക്കും പ്ലേ ചെയ്തിട്ട് അവൻ അവിടെയെല്ലാം നടന്ന് നമ്മുടെ ആനി അന്വേഷിക്കുകയാണ്. അതുമല്ല അവൻ നടന്ന അവസ്ഥ ഈ കുഴിയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആനി എന്തോ ഭാഗ്യത്തിന് അവിടെ ഇല്ല. അവൾ ആ സമയം കൊണ്ട് അവിടെ നിന്ന് മാറി. അങ്ങനെ സൈക്കോ തിരിച്ച് തന്റെ വാനിന്റെ അടുത്തേക്ക് തന്നെ നടന്നു വരുന്നതും ഇപ്പൊ നമ്മുടെ ആനിയെ കാണിക്കുമ്പോൾ അവൾ എവിടെയാണെന്നറിയോ, ആ വാനിന് അടിയിലായിട്ടാണ് കിടക്കുന്നത്. അതുമല്ല ഈ സൈക്കോ അവളെ കാണുന്നില്ല. അവളിപ്പോ അവളുടെ കാല് വെളിയിലിട്ടേക്കാണ്. സൈക്കോ ഈ വാനിങ്ങനെ ചുറ്റി വരുന്നതും അവൾ പതിയെ കാല് വലിച്ച് അകത്തേക്കാകും. എന്നിട്ട് അനങ്ങാതെ അവിടെ തന്നെ കിടക്കും. സൈക്കോ കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് അവളെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് വാനിലേക്ക് കയറി. ഇപ്പോൾ വാൻ സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അവനങ്ങ് നിർത്തും. ആനി വിചാരിക്കുമ്പോൾ അവളെ കണ്ടു എന്ന് വിചാരിക്കുമ്പോൾ അവൻ ആ വാനിന്റെ മിറർ ഉണ്ടല്ലോ അത് ചെറിയ രീതിയിലൊന്ന് അനക്കി വെച്ചിട്ട് വാനും എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അവൻ പോയതിനു ശേഷമാണ് ആനിക്ക് സമാധാനാവുന്നത്. കാരണം എന്തായാലും അവൻ ആനിയെ കണ്ടിട്ടില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ കാലും വയ്യ, മുടന്തി അങ്ങനെ നടന്നു പോവാണ്. അവളുടെ കുതിരയും കണ്ടുപിടിക്കണം. അങ്ങനെ കാല് നല്ലതുപോലെ തന്നെ നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് നടന്ന് അവസാനം അവളുടെ കുതിരയെ കണ്ടുപിടിക്കും. ഈ സമയം വീട്ടിലെ മാർഗരറ്റ് ഉണ്ടല്ലോ അവൾ അവളുടെ റൂമിൽ കിടന്നിട്ട് വെളിയിൽ പാട്ട് വിട്ട് മറ്റൊരു ഫോണിൽ അവളുടെ കാമുകനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേ സമയം നമ്മുടെ പാറ്റി ആണെങ്കിലോ അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യം ആനിയുടെ വീട്ടിൽ അറിയിക്കാൻ വേണ്ടി അവൾ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ മാർഗരറ്റ് ഈ ശബ്ദം പോലും കേൾക്കുന്നില്ല, ഫോണിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അവൾ അകത്തിരിക്കുകയല്ലേ. ഇവിടെ നമ്മുടെ ആനിയാണെങ്കിലോ അവസാനം അവളുടെ കുതിരയെ കണ്ടുപിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് കുതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ആ കുതിരയെ ശരിയാക്കി അവൾ കുതിരയും കൊണ്ട് തിരിച്ച് ആ ഒരു ഫാമിലേക്ക് വരും. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഈ കുതിര അകത്തേക്ക് കൊണ്ടുവന്ന അതിന്റെ തൊഴുത്തില് ഈ കുതിരയെ കിട്ടുന്ന സമയത്താണ് കാണിക്കുമ്പോ വെളിയിൽ തന്നെ ആ സൈക്കോ ഉണ്ട്. കാരണം അവന്റെ വാൻ അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ട ആനി പേടിച്ചങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് അവളുടെ പിറകിലൂടെ ആ സൈക്കോ വന്നിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൈകൊണ്ട് അവളെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി കുറെ നേരം അങ്ങനെ തന്നെ നിർത്തിയേക്കും. എന്നിട്ട് പെട്ടെന്ന് താഴേക്കിട്ട് അവൾ ഇഴഞ്ഞു പോകാനായിട്ട് വരുമ്പോ അവളെ പിടിച്ചു വെച്ചിട്ട് വലിച്ചെടുത്ത് അവൾ രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് രണ്ടിടി മുഖത്തേക്ക് ആനിക്കിപ്പോ എന്താണെന്ന് അറിയത്തില്ല തലയെല്ലാം ചുറ്റുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൈയും കാലും കയറ് വെച്ച് ഇങ്ങനെ കെട്ടുകയാണ്. കാരണം അവൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാനായിട്ട്. ഈ കാര്യം ആനിക്ക് എന്തായാലും മനസ്സിലായി. അവിടെയാണ് ആനി മറ്റൊരു കാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് അവനെ ചവിട്ടി അങ്ങ് മാറ്റിയിട്ട് ഈ കുതിരയുടെ അടിവശത്തോടെ ഉരുണ്ട് കുതിരയുടെ പുറകിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കും.
അപ്പൊ ഈ സൈക്കോ കുതിരയുടെ പുറകിലേക്ക് വരുമ്പോ അറിയാലോ, ഈ കുതിരയ്ക്ക് പുറകിൽ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാല് നല്ല ദേഷ്യമാണ് സൈക്കോയെ ഒരു ഒറ്റ ചവിട്ട്. കുതിരയുടെ ആ ഒരു ചവിട്ടിൽ തന്നെ സൈക്കോ തെറിച്ച് താഴേക്കൊന്ന് വീണിട്ട് കുറച്ച് നേരത്തേക്ക് സൈക്കോയുടെ അനക്കമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ആനി എന്താ ചെയ്യുന്ന വെച്ചാല് ഈ കെട്ടെങ്ങനെയും അഴിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ തൊഴുത്തിൽ തന്നെ ഒരു കൊക്കി പോലൊരു കാര്യമുണ്ട്. അതെങ്ങനെയെങ്കിലും കയ്യെത്തിയെടുത്ത് അവളുടെ കാലിലെയും കയ്യിലെ ആ ഒരു കെട്ട് അതെങ്ങനെയെങ്കിലും അഴിച്ചിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ സൈക്കോയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവൻ വീണ്ടും കണ്ണുറന്നിങ്ങനെ എഴുന്നേൽക്കാണ്. ഇത് കണ്ട ആനി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും. ഇവിടെ പാറ്റിയാണെങ്കിലോ മാർഗരറ്റിനെ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവൾ ഫോൺ എടുക്കുന്നില്ല. അവൾ ഇപ്പോഴും അവളുടെ കാമുകനോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് നിർത്തിയിട്ടില്ല. ഇപ്പൊ അവളെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും നല്ലത്. പാറ്റിയും വിളിക്കുന്നു. ഇവിടെ ആനയാണെങ്കിൽ ആ ഒരു ഫാമിൽ നിന്ന് വെളിയിലേക്ക് ഓടി ഓടി ഇങ്ങനെ പോവാണ്. അവളെ കൊണ്ട് നല്ല വേഗതയിൽ ഓടാനും കഴിയുന്നില്ല. കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ സൈക്കോ അവന്റെ വാനുമായിട്ട് വീണ്ടും ആനയുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അവളാണെങ്കിൽ പതിയെ പതിയെ അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും ഈ സൈക്കോ പുറകിലൂടെ വന്നിട്ട് വാൻ അവിടെ നിർത്തി ഒരു കയറെടുത്ത് ആനയുടെ കഴുത്തിലേക്ക് ഇട്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവളെ കൊണ്ട് എന്തായാലും പിടിച്ചെടുക്കാണ്ട് കഴിയത്തില്ല. അതുമല്ല ഈ തൊഴുത്തിന്റെ അടുത്ത് നിന്നും കുറച്ചടുത്താണ് ഇവരുടെ വീട്. മാർഗരറ്റ് ഇപ്പൊ ആ ഫോൺ എടുത്ത് സംസാരിച്ചാലേ കാര്യമുള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ പാറ്റി ഇപ്പോൾ ട്രൈ ചെയ്ത് അവസാനം മാർഗരറ്റ് അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഈ ഫോൺ അങ്ങ് എടുക്കുന്നതും അവൾ കാര്യം പറയും. പക്ഷെ അതിനു മുന്നേ ഇവിടെയെല്ലാം നടന്ന് കഴിഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാല് നമ്മുടെ ആനിയെ ആ സൈക്കോ ഇപ്പോ കഴുത്ത് ഞെരിച്ച് അവളുടെ ബോധം പോയി. അതുകൊണ്ട് തന്നെ അവളെ എടുത്ത് വാനിലേക്ക് ഇട്ട് വാൻ സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുന്നതും ആനി ഈ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ കാറിനകത്ത് കിടന്നും ആ സൈക്കോയെ നല്ലതുപോലെ ചവിട്ടും. ഇപ്പൊ അവൾ നല്ലതുപോലെ ചവിട്ടുമ്പോൾ സൈക്കോയ്ക്ക് വണ്ടി ഓടിക്കാനും കഴിയുന്നില്ല. ആനയാണെങ്കിൽ ചവിട്ടി അവസാനം ഈ വശത്തെ ഡോർ തുറന്ന് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്നങ്ങ് വീഴും. അങ്ങനെ താഴെ വീണ ആനി വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ ഓടുകയാണ്. അപ്പോഴേക്കും സൈക്കോ നോക്കുമ്പോഴത്തേക്ക് അവന്റെ മുഖത്ത് ഇവള് ചവിട്ടിയത് കൊണ്ട് തന്നെ മുഖം മുറിഞ്ഞിട്ടുണ്ട്, രക്തമുണ്ട്. ഈ ദേഷ്യത്തിൽ സൈക്കോ ഇപ്പൊ ആ ഒരു വാനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. കാരണം അവൻ കുറെ ദൂരെയായിട്ടാണ് വാൻ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ആനി വീടിനടുത്ത് ഓടി ചെല്ലുമ്പോൾ ഇപ്പോഴും മാർഗരറ്റ് ആരോടോ ഫോണിൽ ഇങ്ങനെ സംസാരിക്കാണ്. ഇവളെ കൊണ്ട് തോറ്റു. അതുപോലെ മ്യൂസിക് നല്ല വോളിയത്തിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആനി ഓടി അവസാനം വീടിനടുത്തേക്ക് വരുന്നതും സൈക്കോ അവളുടെ പിറകെ തന്നെ ഉണ്ട്. എന്നിട്ട് ഓടി വന്ന് ഡോറിലേക്ക് തട്ടുമ്പോഴത്തേക്കാണ് എന്തോ ഭാഗ്യത്തിന് മാർഗരറ്റ് ആ ശബ്ദം കേട്ടു. അവൾ വന്ന് ഡോർ തുറക്കുന്നതും ആനി താഴെ കിടക്കുന്നു. അവളെ പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ഈ സൈക്കോ നടന്നു വരികയല്ലേ വീടിനടുത്തേക്ക്. ഇത് കണ്ട് രണ്ടുപേരും ഡോർ അടച്ചിട്ട് അകത്തേക്ക് വന്ന് ഇപ്പൊ അകത്തേക്ക് പോകുന്നതിന് മുന്നേ ഈ ഡോറിൽ 2-3 ലോക്കുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം ഇട്ടിട്ട് മാർഗരറ്റ് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാൻ പെട്ടെന്ന് മുകളിലേക്ക് വാന്നും പറഞ്ഞ് രണ്ടുപേരും മുകളിലത്തെ റൂമിലേക്ക് കയറി ഡോർ അങ്ങടയ്ക്കും. അപ്പോൾ ഈ സൈക്കോ താഴത്തെ ഡോർ ചവിട്ടി തുറന്നു. അപ്പോഴാണ് വെളിയിൽ ഇവരുടെ ഫോൺ ഉണ്ടല്ലോ അത് റിങ് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് എടുക്കാനും കഴിയത്തില്ല. അങ്ങനെ രണ്ടുപേരും വലിയൊരു ടേബിൾ എടുത്ത് ആ ഒരു ഡോറിനടുത്തേക്ക് ചാരി വെച്ചിട്ട് അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഈ സൈക്കോ അവിടേക്ക് വന്ന് ആ ഡോറിൽ ഇടിക്കുന്നു. ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ റൂമിലെ ജനാലയുണ്ടല്ലോ അത് കാണുന്നത്. അങ്ങനെ നമ്മുടെ മാർഗരറ്റ് ഓടിച്ചെന്നിട്ട് ആ ജനാല തുറന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചരിവാണ്. ഈ വീടിന്റെ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഭാഗമാണ്. താഴേക്ക് ചാടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉയരമുണ്ട്. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഈ സൈക്കോ ഇപ്പോൾ ഡോറ് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഇത് കണ്ട ആനി മാർഗരറ്റിനോടൊപ്പം ഓടി വരാനായിട്ട് നിൽക്കുകയാണ്. കാരണം അവൾക്ക് ഈ ഒരു മേശ മാറ്റാനും കഴിയത്തില്ല. അപ്പോൾ സൈക്കോ തുറക്കുന്ന അവസ്ഥയാകുമ്പോഴത്തേക്കും ആനി ഓടി വന്ന് ആ ജനാലയെ പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ സൈക്കോ ആനിയുടെ കാലിൽ പിടിച്ച് വലിക്കുന്നു. ഇത് കണ്ട മാർഗരറ്റ് ആണെങ്കിലോ ആനിയുടെ കയ്യിൽ പിടിച്ചിട്ട് അവളെ വെളിയിലേക്ക് വലിക്കും. എന്നിട്ട് വലിച്ച് അവസാനം ഈ സൈക്കോയുടെ പിടിവിട്ട് ഇവർ രണ്ടുപേരും ഉരുണ്ട് നേരെ താഴേക്ക് ഒന്ന് വീഴും. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ ഓടുകയാണ്. കാണിക്കുമ്പോൾ ആ സൈക്കോ വീടിന്റെ മേൽക്കൂരയിൽ നിന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും താഴെ വീഴുന്നതിന് ശേഷമാണ് ആ സൈക്കോയുടെ വാൻ ഉണ്ടല്ലോ അതവിടെ കിടക്കയല്ലേ. അപ്പോൾ മാർഗരറ്റ് ചോദിക്കും നിനക്കത് ഓടിക്കാൻ അറിയുമെന്ന് ചോദിക്കും. വാനി പറയും ബാ പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ വാനിലേക്ക് കയറി ആ വാനിപ്പോൾ ഓടിക്കാൻ നോക്കുകയാണ്. പെട്ടെന്ന് ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ആനി കുറച്ചു നേരം നോക്കിയിട്ട് ഇതിന്റെ ആ ഒരു ഗിയർ ഉണ്ടല്ലോ അത് കൈ കൊണ്ടാണ് മാറ്റേണ്ടത്. സോറി അത് ഈ സ്റ്റിയറിംഗിന്റെ ഭാഗത്തായിട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് ഓക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് ഇങ്ങനെ പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും അതൊരു വേലിയായിരുന്നു. ഇടിക്കാനായിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് വണ്ടി അങ്ങ് നിർത്തും. എന്നിട്ട് റിവേഴ്സ് എടുക്കാൻ നിൽക്കുമ്പോൾ അതിനു മുന്നേ ഈ സൈക്കോ അടുത്തേക്ക് വന്ന് നമ്മുടെ മാർഗരറ്റിന്റെ കഴുത്തിലേക്ക് പിടിക്കും. എന്നിട്ട് അവളെ എടുത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആനി വണ്ടി അങ്ങനെ റിവേഴ്സ് എടുക്കുന്നതും ഈ സൈക്കോ മുന്നിലേക്ക് വന്ന് വീണു. എന്നിട്ട് റിവേഴ്സ് എടുത്ത് നേരെ ഒരു മരക്കുറ്റിയുണ്ട് അതിലേക്ക് കൊണ്ടുവന്ന് ഇടിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വണ്ടി പുറകിലേക്ക് പോകുന്നില്ല. കാരണം ടയർ അവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പുറകിലേക്കും പോകാൻ കഴിയത്തില്ല. മുന്നിലാണെങ്കിൽ സൈക്കോ നിൽക്കുന്നു. അപ്പോൾ കാണിക്കുമ്പോഴത്തേക്ക് സൈക്കോ വീണ്ടും എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് നടന്നിങ്ങനെ വരുന്നതും ഇത് കണ്ട ആനി ഇപ്പോൾ രണ്ടിലൊന്ന് തീരുമാനിക്കാണ്. വണ്ടി ഇപ്പോൾ റിവേഴ്സിൽ നിന്നും ഫസ്റ്റ് ഗിയർ അങ്ങനെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരെ കൊണ്ടുവന്ന് ഈ സൈക്കോയെ ഒരു ഒറ്റ ഇടി. അങ്ങനെ ഇടി കൊണ്ട സൈക്കോ താഴെ വീഴുന്നതും ആ സമയത്ത് തന്നെ അവിടേക്ക് പോലീസുകാരൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റി ഉണ്ടല്ലോ അവിടെ പോലീസിനെ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ദേ അവിടെ ആ സൈക്കോ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ
പോലീസുകാരൻ പറയും ശരി ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അയാൾ നടന്ന് ടോർച്ചും കൊണ്ട് മുന്നിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വാനിന് മുന്നിലായിട്ട് ഈ സൈക്കോയെ കാണുന്നില്ല. അവൻ ആ ഗ്യാപ്പിൽ തന്നെ എവിടേക്കോ പോയിരുന്നു. അപ്പോൾ ഈ സൈക്കോ കൊലയായിട്ട് നിന്ന അവസാനത്തെ ആള് നമ്മുടെ ആനി ആയിരുന്നു തോന്നുന്നു. എന്തായാലും ആനി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ആ സൈക്കോ അവളെ ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആനി ഇപ്പോൾ സാധാരണ ജീവിതം നല്ലതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല. ഈ സൈക്കോയെ കാണിക്കുമ്പോൾ സൈക്കോ ഇപ്പോൾ മറ്റൊരിടത്തൊരു കാറ് വാങ്ങിക്കാണ്ട് വന്നേക്കാണ്. അത് യൂസ്ഡ് കാറ്. അങ്ങനെ അയാൾക്ക് പണമെല്ലാം കൊടുത്തിട്ട് ഈ കാർ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അത് ഒരു വെള്ള വാൻ. കാരണം സൈക്കോയ്ക്ക് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഇതേപോലത്തെ വെള്ള വാൻ തന്നെ വേണം. അങ്ങനെ ആ വാനും വാങ്ങി സൈക്കോ അവിടെ നിന്ന് പോകുന്നതും ഈ 5 വർഷങ്ങൾക്കിടയിൽ സൈക്കോ കൊന്ന എല്ലാ പെൺകുട്ടികളുടെ ശരീരം പല ഭാഗങ്ങളിൽ നിന്ന് ഇവർ കണ്ടെടുക്കുന്നു. ഇപ്പോഴാണ് പോലീസുകാരും ആ ഒരു നാട്ടിലെ ജനങ്ങളും എല്ലാവരും ഈ സൈക്കോയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടികളുടെ എല്ലാവരുടെ ശരീരം പലയിടങ്ങളിൽ നിന്നും കണ്ടെടുത്ത് ഇതുപോലെ ഒരു സൈക്കോ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. പക്ഷെ എന്ത് കാര്യം, ആ സൈക്കോയെ പിടിക്കാൻ മാത്രം അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പൊ കാണിക്കുമ്പോൾ മറ്റൊരിടത്ത് ട്രിപ്പിനായിട്ട് വന്നിരിക്കുന്ന 2 പേര്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണ് ഈ വിറകെല്ലാം ശേഖരിക്കാൻ വേണ്ടി കാടിനകത്തേക്ക് പോയിട്ട് തിരിച്ച് നടന്നിങ്ങനെ വരികയാണ് ഈ വിറകെല്ലാം എടുത്ത്. അങ്ങനെ വരുമ്പോൾ അവളുടെ മുന്നിൽ ആ ഒരു വെള്ള വാനായിട്ട് സൈക്കോ നിൽക്കുന്നു. എന്താന്ന് വെച്ചാൽ അവൻ കൊല്ലുന്നത് ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മൂവിയെ പറ്റി ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇത് റിയൽ ആയിട്ട് ഫ്ലോറിഡയിൽ 1970 മുതൽ സംഭവിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള ഒരു മൂവിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുത്തേക്കാം. മറക്കാതെ ചെക്ക് ചെയ്തേക്കാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.